എൻ്റെ പേര് ടിൻഡു ജിൻഡോ. ഞാൻ അടിമാലി മച്ചിപ്ലാവ് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് രണ്ടാമത്തെ കുഞ്ഞുണ്ടായ മുതൽ 2016 മുതൽ അൾസറേറ്റീവ് കൊളൈറ്റീസ് എന്ന രോഗമായിരുന്നു. വൻകുടൽ പൊട്ടിച്ചീയുകയും ശക്തമായ വയറുവേദനയും വയറ്റിൽ നിന്ന് പഴുപ്പും ബ്ലഡും പോവും. ഒരു കൺട്രോളില്ലാണ്ട് ഒരു ദിവസം തന്നെ 10-15 തവണ വയറ്റിൽ നിന്ന് പോവുകയായിരുന്നു. ഞാൻ 8 വർഷമായി അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീറോയിഡ്സ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ ഭർത്താവിന് നേരത്തെ ക്യാൻസർ വന്ന് ഈശോ സൗഖ്യം നൽകിയതായിരുന്നു. അപ്പോൾ എനിക്കും ഭർത്താവിനും രോഗമായതിനാൽ ഇനിയൊരു കുഞ്ഞുണ്ടാവുകയില്ല എന്ന് തന്നെ ഞങ്ങൾ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും 6 നിയോഗത്തിൽ 1 എനിക്ക് വേണ്ടി വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. തന്മൂലം എനിക്ക് ഇവിടെ വരാൻ പറ്റുകയും ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി ആദ്യമായി എടുത്തത് 13/11/2023 ആഴ്ച തന്നെ ഞാൻ വേളാങ്കണ്ണിയിൽ പോവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് അന്ന് മുതൽ ഞാൻ മരുന്നൊക്കെ നിർത്തി. എനിക്ക് വളരെയേറെ അസ്വസ്ഥതയുണ്ടായിരുന്ന കാരണം ഞാൻ ഈ ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിക്കുകയും വയറിൽ പുരട്ടി പ്രാർത്ഥിച്ചിരുന്നു. അതുമൂലം എനിക്ക് പിന്നീട് ആ അസ്വസ്ഥതകളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പൂർണ്ണ ഒരു പെൺകുഞ്ഞിനെ നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല. അപ്പോൾ എനിക്ക് അമ്മയില്ലാത്തത് കാരണം ഞാൻ ഇനി എന്ത് ചെയ്യും? എനിക്ക് ഡ്യൂട്ടി പോകണം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, എല്ലാം കൂടി ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, എനിക്കറിയാം നീ പ്രഗ്നൻ്റ് ആണല്ലേ, എന്നെ ഔസേപിതാവ് എനിക്ക് ഉറക്കത്തിൽ വന്ന് ഇത് എന്നോട് പറഞ്ഞിരുന്നു, നിന്നെ എല്ലാ കാര്യത്തിലും സഹായിക്കണമെന്നും പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ആ ചേച്ചി എൻ്റെ എല്ലാ കാര്യത്തിലും എന്നോടൊപ്പം നിന്ന് എന്നെ സഹായിക്കുന്നുണ്ട്. പിന്നെ ചേട്ടായിക്ക് വയ്യാതിരുന്നതിനാൽ ഞങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരു പെട്ടിക്കട ഇടണമെന്ന് ആഗ്രഹിച്ചു. പെട്ടിക്കട ഇടാൻ പറ്റാതെ ഒത്തിരി തവണ വിഷമിച്ചിരുന്നു. രണ്ടാമത് വന്ന് പുതുക്കിയപ്പോഴാണ് പെട്ടിക്കടയ്ക്ക് പകരം വലിയൊരു പലചരക്ക് കട തന്നെ ഇട്ട് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 കോടി നന്ദി പറയുന്നു. ഞാൻ അരമണിക്കൂർ ബൈബിൾ ഒരുമിച്ച് വായിക്കാൻ പറ്റാത്തതിനാൽ 10 മിനിറ്റൊക്കെ കൂടി ദിവസവും അരമണിക്കൂർ വീതം ബൈബിൾ വായിക്കുകയും ചെയ്തിരുന്നു. കൃപാസനത്തിന് പത്രം വീടുകൾ തോറും കയറി ഇറങ്ങി കൃപാസന പത്രം കൊടുത്തിരുന്നു. കാരുണ്യ പ്രവൃത്തി എന്നെക്കൊണ്ട് പറ്റുന്ന വിധമെല്ലാം പാവങ്ങളെ സഹായിക്കുന്നുണ്ട്. ഞാനും കുടുംബവും ഒരുമിച്ചിരുന്ന് കൃപാസനത്തിലെ ധ്യാനം കൂടുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു. കുഞ്ഞ് ഞങ്ങൾക്കുണ്ടായത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഒരു പ്രഘോഷണം എന്ന രീതിയിൽ അവൾക്ക് ഞങ്ങൾ കൃപാമരിയ എന്നാണ് പേരിട്ടിരിക്കുന്നത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പുറപ്പാടിൻ്റെ പുസ്തകം 33:14 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ടിൻഡു ജിൻഡോ എന്ന ഈ സഹോദരി കടന്നുപോയ ജീവിതത്തിൻ്റെ വലിയ ദുരിതങ്ങളെയും പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച സംരക്ഷണത്തെയും സഹായത്തെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി ആദ്യം പറയുന്നുണ്ട്, ഒരു പ്രത്യേക തരത്തിൽ വൻകുടലിനെ ബാധിക്കുന്ന രോഗാവസ്ഥയിൽ ഏറെ ക്ലേശം അനുഭവിച്ചിരുന്ന നാളുകളെക്കുറിച്ച്. 8 വർഷത്തോളം ആ രോഗത്തിൽ വല്ലാതെ വിഷമിക്കുകയും പുറത്തെങ്ങും പോകുവാനാവാത്ത വിധത്തിൽ ഏറെ ശാരീരികമായ വൈയായികകളിലൂടെ സഹോദരി കടന്നു പോകുന്നത് സൂചിപ്പിക്കുന്നുണ്ട്. കൃപാസനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ നാളുകളിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി തൈലം വയറിൽ പൂശി പ്രാർത്ഥിക്കുകയും അമ്മ മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിതത്തെ സംരക്ഷിക്കുവാനും ആരോഗ്യം വീണ്ടു തരുവാനും വേണ്ടി ആഗ്രഹിച്ച് അമ്മയിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ ആ രോഗം മാറിക്കിട്ടുന്നതാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. അതോടൊപ്പം ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള വലിയ ആഗ്രഹത്തെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നുണ്ട്. അത് ജീവിത പങ്കാളി ഒരു രോഗത്തിൽ നിന്നും സൗഖ്യപ്പെട്ട വ്യക്തിയാണ്. സഹോദരി ദീർഘനാളായി രോഗിണിയായി മുന്നോട്ട് പോയ വ്യക്തിയാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞിനെക്കുറിച്ചുള്ള പ്രതീക്ഷ വളരെ കുറവായിരുന്നു. മറ്റുള്ളവരും അതങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എങ്കിലും അമ്മ മാതാവ് പ്രാർത്ഥന സ്വീകരിക്കുകയും മകൾ ഉടമ്പടി തൈലം അടിവയറ്റിൽ പൂശി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച നാളുകളിൽ
ഒരു കുഞ്ഞിനെ നൽകി സഹായിക്കുകയും ചെയ്തു. അമ്മ മാതാവിലൂടെ ലഭിച്ച കുഞ്ഞായതുകൊണ്ട് അതിന് കൃപാമരിയ എന്ന പേര് കൊടുത്തുകൊണ്ട് അമ്മയോടുള്ള നന്ദി കുടുംബം പുലർത്തുന്നത് കൂടി മകളിവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സാമ്പത്തികമായ ഞെരുക്കത്തിലൂടെ കടന്നുപോയ നാളുകളിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കി കഴിയുമ്പോൾ അത് മെച്ചപ്പെട്ട ഒരു കട നടത്തുവാൻ പറ്റുന്ന വിധത്തിൽ കാര്യങ്ങളെ ഉയർത്തിക്കൊടുക്കുന്നു. ഭാരങ്ങൾ മാറ്റി ജീവിത നിലവാരത്തെ കൊടുക്കുന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം ഗർഭിണിയായിരുന്ന നാളുകളിൽ ഏറെ ക്ലേശാവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സഹോദരി അറിഞ്ഞ് മനസ്സിലാക്കി കൂടെ വന്ന് ദൂതനെ പോലെ കൂടെ വന്ന് ആ ഗർഭാവസ്ഥയുടെ നാളുകളിലും കുഞ്ഞു പിറക്കുന്ന നാളുകളിലും വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുക്കുവാൻ സന്മനസ്സായതിനെയും സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധമ്മ സഹായികയായി നമുക്ക് കൂടെ വരുന്നു. ദൂതരെ അയച്ച് നമ്മുടെ വഴികളെ സംരക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ ഞെരുക്കങ്ങളെയും സങ്കടങ്ങളെയും അടുത്തറിയുന്ന അമ്മ അവ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരുന്നതിന് വേണ്ടിയ പദ്ധതികൾ ഒരുക്കിത്തന്ന് നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ സുരക്ഷിതമാക്കുകയും സഹായിച്ച് നമുക്കൊപ്പമുണ്ടെന്ന് എന്നും പറയുകയും ചെയ്യുന്നു. ആ അമ്മയുടെ സവിശേഷമായ സാന്നിധ്യം, സാമീപ്യം, അതുപോലെ തന്നെ സഹായം ഈ കുടുംബം തുടർച്ചയായി ഈ നാളുകളിൽ അനുഭവിച്ചു വന്ന ഈ മകൾ വാക്കുകളിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.